തലമൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞ പോലെയാണ് മന്ത്രി വീണ ജോർജിൻ്റെ അവസ്ഥ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ അത്ര ഉപകരണങ്ങളില്ല എന്ന് ഒരു ഡോക്ടർ പരസ്യമായി പരാതി പറയുകയും അത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വിവിധ ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളുമൊക്കെ മത്സരിച്ച് വാർത്തകളും വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ചമച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ അതേ മാധ്യമങ്ങൾ എന്നെ മാനഭംഗപ്പെടുത്തുന്നേ, ഒരു സൽസ്വഭാവിയായി എൻ്റെ പ്രതിച്ഛായ വികൃതമാക്കാൻ വേണ്ടി ഈ മാധ്യമങ്ങളും മറ്റ് തൽപര കക്ഷികളും പ്രതിപക്ഷ നേതാക്കളും ചേർന്ന് ശ്രമിക്കുന്നേ എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വീണ. ആത്മവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിൽ അവർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സംവാദത്തിന് ക്ഷണിക്കുക പോലും ഉണ്ടായി. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അങ്ങനെ ചർച്ചകൾ പൊടിപാറി നിൽക്കുമ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടറെ പാർട്ടി സഖാക്കളും പാർട്ടി നേതാക്കളും ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ നിർമ്മാതാക്കളും ചേർന്ന് ചിത്രവധം ചെയ്യാൻ തുടങ്ങുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. ഉടനെ മാധ്യമങ്ങൾ അതിൽ ചാടി വീണു. ദേ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേ എന്ന് പറഞ്ഞ് ടെലിവിഷൻ ചാനലുകൾ വാർത്ത അടിച്ചു. ഭാഗ്യത്തിന് മന്ത്രി വീണ ജോർജും നമ്മുടെ മന്ത്രി വാസവനും പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും സംഭവ സ്ഥലത്ത് കുതിച്ചെത്തിയപ്പോൾ ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നതാണ്. കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ഉത്തരവാദിത്തം PWDക്കാണ്, ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവകുപ്പിനല്ല. പക്ഷേ PWDയുടെ കുഴപ്പം കൊണ്ടാണ് കെട്ടിടം ഇടിഞ്ഞു വീണെന്ന് മന്ത്രിമാർക്ക് പറയാൻ പറ്റില്ല, വാസവനും പറയാൻ പറ്റില്ല, വീണയ്ക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ, PWD മന്ത്രി നമ്മുടെ മിസ്റ്റർ മരുമോനാണ്. മരുമോൻ്റെ വകുപ്പിൻ്റെ എന്തെങ്കിലും പരാധീനത കൊണ്ട് കെട്ടിടം വീണു എന്നോ ആർക്കെങ്കിലും പോറൽ പറ്റിയെന്നോ പറയാൻ പറ്റുകയില്ല. ഈ കെട്ടിടത്തിൻ്റെ പഴക്കം കൊണ്ട്, അല്ലെങ്കിൽ കെട്ടിടം പണിഞ്ഞ് UDF സർക്കാരിൻ്റെ കാലത്തായതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന് നമുക്ക് ആകെ പറയാൻ പറ്റും. ഇനി UDFൻ്റെ കാലത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം കൊണ്ടാണ്, അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയുടെ പോരായ്മ കൊണ്ടാണ് കെട്ടിടം വീണ് എന്ന് നമുക്ക് പറയാം. അതില്ലാതെ കണ്ട് മരാമത്ത് വകുപ്പിൻ്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ആർക്കൊന്നും പറ്റിയിട്ടില്ല, ഉപയോഗശൂന്യമായി മാറ്റിയിട്ടിരുന്ന കെട്ടിടമാണ് വീണത്. അതിനകത്തൊന്നും ആരും കുടുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണയും ആ മന്ത്രി വാസവനും ആശുപത്രി ക്യാൻറ്റീനിൽ നിന്ന് ഓരോ ചായയും കുടിച്ച് കൂട്ടത്തിൽ ഓരോ പരിപ്പോടം കഴിച്ച് അവിടെ നിന്ന ഡോക്ടർമാരോടും ആ നേഴ്സുമാരോടും കമ്പൗണ്ടർമാരോടും മറ്റ് പരിചയക്കാരോടുമൊക്കെ കുശലം പറഞ്ഞ് കൈവീശി കാണിച്ച് മന്ത്രിക്കാറിൽ കയറി പോയി. അവർ പോയി അധികം ദൂരം എത്തണേക്ക് മുമ്പായിട്ട് വേറൊരു വാർത്ത തോന്നി. ഈ പൊളിഞ്ഞ കെട്ടിടത്തിനകത്ത് ഒരു സ്ത്രീ കുടുങ്ങിക്കിടപ്പുണ്ട്. 50 വയസ്സിന് മേൽ പ്രായമുള്ള ബിന്ദു എന്ന് പറഞ്ഞ വൈക്കം സ്വദേശിയായ ഒരു സ്ത്രീ ഈ കെട്ടിടത്തിനകത്തുണ്ട് എന്ന വാർത്ത വന്നു. അപ്പോഴത്തേക്കും അലമുറയായി ബഹളമായി. അവസാനം 2 മണിക്കൂർ ബന്ധപ്പെട്ട് ഈ പാവത്തിനെ പുറത്തെടുക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു പറഞ്ഞു. ഏതായാലും അധികം വൈകാതെ അവരുടെ പ്രാണം പോയി. ഈ മന്ത്രി അവിടെ നിന്ന് ചപ്പടാച്ചി പറഞ്ഞുകൊണ്ടിരുന്ന നേരത്ത് വല്ല ബുൾഡോസറോ JCBയോ വല്ലതും കൊണ്ടുവന്ന് ഇത് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല. അപ്പം മന്ത്രിക്ക് 2 തെറ്റ് പറ്റി. ഒന്ന്, മന്ത്രി അനവസരത്തിൽ അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചു. 2, മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. ഒരാളതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. മന്ത്രി യാതൊരു അന്വേഷണവും നടത്താതെ അവിടെയുള്ള ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിന്ന് വേറെ ഏതെങ്കിലും ഒരു തെണ്ടിയോ പറഞ്ഞതനുസരിച്ച് ഇവിടെ ആരും കുടുങ്ങിയിട്ടില്ല, ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാം ജോറായിട്ട് നടക്കുന്നുണ്ട് സാർ, ഈ കപ്പൽ മുങ്ങുകയില്ല സാർ എന്ന് പറഞ്ഞ പോലെ ഈ കെട്ടിടം പൊളിയുകയില്ല സാർ, പൊളിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ആരും കുടുങ്ങുകയില്ല സാർ, കുടുങ്ങിയാലും ആരും മരിക്കുകയില്ല സാർ, ആർക്കൊന്നും പറ്റുകയില്ല സാർ, ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി സാർ, ഞങ്ങൾക്കൊരു ക്യാപ്റ്റനുണ്ട് സാർ എന്ന് പറയാതെ വെറുതെ ഒതുങ്ങി മന്ത്രിമന്ദിരത്തിൽ ഇരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല, അന്വേഷിക്കട്ടെ, അറിവ് കിട്ടുന്ന പുറകെ പറയാമെന്ന് പറയുകയോ ചേർന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ വാസവനോട് ആർക്കും ഒരു പരാതിയില്ല, ഒരു വിദ്വേഷമില്ല. കാരണം വാസവൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം, കോട്ടയത്തുകാർക്ക് പ്രത്യേകിച്ചും അറിയാം. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പുള്ളി മന്ത്രി അല്ലാത്തപ്പോഴും MLA അല്ലാത്തപ്പോഴും പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി മാത്രമായിരിക്കുമ്പോഴൊക്കെ ആശുപത്രിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആളാണ് വാസവൻ. അവിടെ ആളുകൾക്ക് പൊതിച്ചോറ് കൊടുക്കാനും രോഗികൾക്ക് അത്യാവശ്യത്തിന് സഹായം ചെയ്യാനും രക്തം വേണ്ടവർക്ക് രക്തം എത്തിച്ചു കൊടുക്കാനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെയർ ഓഫിൽ അറിയപ്പെടുന്ന ഒരാളും കൂടിയാണ് വാസവൻ. കോട്ടയത്തുകാർ വാസവൻ എന്ന് തേച്ച് പറയില്ല, വാസവൻ ചേട്ടൻ എന്ന് പറയും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഭാഗത്തുള്ളവർ.
കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP, മുസ്ലിം ലീഗ് വ്യത്യാസമില്ലാതെ എല്ലാവരും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് മൂപ്പിലാൻ രാജിവെക്കണം എന്നൊരാളും ആവശ്യപ്പെടുന്നില്ല. എല്ലാവർക്കും വേണ്ടത് വീണ ജോർജിൻ്റെ ചോരയാണ്. മാധ്യമങ്ങളായിട്ട് പ്രതിപക്ഷ പാർട്ടികളാവട്ടെ ആവശ്യപ്പെടുന്നത് വീണ ജോർജ് ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോകണം. വേണമെങ്കിൽ ദൂരദർശനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്ത വായിക്കുന്ന ജോലി, അവർക്ക് അറിയാവുന്ന ജോലി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. മനോരമയിലോ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ മരമുറി ചാനലിലോ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ 24 ചാനലിലോ ഏത് പണ്ടാരത്തിലെങ്കിലും ഇവർക്കൊരു ജോലി കൊടുത്ത് അവരെ അവിടെ എങ്ങാനും ഇരുത്തി കഴിഞ്ഞാൽ ആളുകൾ സഹിക്കണമല്ലോ. ഇതെനിക്ക് തോന്നുന്നത് ഒന്നുകിൽ നമ്മുടെ ഷൈലജ ടീച്ചറുടെ പ്രാക്കരി അവരെ ആറ്റുനോറ്റ് ഓമനിച്ച് കൊണ്ടു നടന്ന ആരോഗ്യവകുപ്പ് ഈ സ്ത്രീ വന്ന് തട്ടിപ്പറിച്ചും മേടിച്ചു. എന്നിട്ട് അന്ന് മുതൽക്ക് ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി, ഈ രാജ്യത്തിൻ്റെ ആരോഗ്യം എൻ്റെ കൈവശത്തിലാണ്, എൻ്റെ സുദൃഢ ഹസ്തങ്ങളിലാണ് ഈ കുടുംബക്ഷേമവും ആരോഗ്യവും സാമൂഹ്യക്ഷേമവും ഒക്കെ ഇരിക്കുന്നത് എന്ന് മേനി നടിച്ച് നടക്കുകയായിരുന്നു. ഇവരെ പോലെ അട്ടർ ഫെയിലിയറായിട്ടൊരു മന്ത്രി സമീപകാലത്ത് പോലും ഉണ്ടായിട്ടില്ല. വീണ ജോർജ് മന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ VS ശിവകുമാർ എത്ര മിടുക്കനായിരുന്ന ആൾക്കാർക്ക് മനസ്സിലായത്. നമ്മളിതുവരെ വിചാരിച്ചിരുന്ന മൂപ്പിലാനാണ് കേരളം കണ്ട ഏറ്റവും മണ്ണുണ്ണാനായ ആരോഗ്യമന്ത്രി എന്നാണ്. ഇപ്പോൾ പുള്ളി രക്ഷപ്പെട്ടു. ഈ AR മേനോൻ മുതൽക്ക് പല പ്രഗത്ഭന്മാരും ഇരുന്ന കസേരയാണ് ആരോഗ്യമന്ത്രിയുടെ. പക്ഷേ ഇത്ര മോശപ്പെട്ട രീതിയിലേക്ക് ഇവിടെ നിപ്പ വന്നപ്പോഴോ കൊറോണ വന്നപ്പോഴോ അതല്ല പണ്ട് ചിക്കൻ കുനിയ വന്നപ്പോഴോ ഒന്നും ഈ നാട് പോയിട്ടില്ല. അത്ര ദയനീയമായ അവസ്ഥയിലേക്ക് ഈ വീണ ജോർജ് നമ്മുടെ സംസ്ഥാനത്തെയും ആരോഗ്യവകുപ്പിനെ കൊണ്ടുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചപ്പടാച്ചിക്ക് വല്ല കുറവുണ്ടോ? അതൊട്ടില്ല. എന്നാൽ അബദ്ധം പറ്റി, വീഴ്ച പറ്റി, മേലിങ്ങനെ ആവർത്തിക്കാതെ നോക്കാം എന്ന് പറയുന്നതിന് പകരം ഓരോ തവണയും നെഞ്ചു പിടിച്ച് എനിക്കെതിരെ മാധ്യമ ഗൂഢാലോചന, പ്രതിപക്ഷ നേതാവും BJP സംസ്ഥാന പ്രസിഡൻറ്റും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്, രണ്ടുപേരും എൻ്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. ഇവരെന്തെങ്കിലും ആവശ്യത്തിന് കൊള്ളാമോ? ഇതാണ് ഇന്നത്തെ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നതാണ്. ഈ വീണ ജോർജിനെ പോലെ, ബിന്ദുവിനെ പോലെ, ശിവൻകുട്ടിയെ പോലെ, സജി ചെറിയാനെ പോലെ, ഗുരുവായൂരിപ്പോൾ പറയാനാണെങ്കിൽ 20 മന്ത്രിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രഗത്ഭന്മാരായ മന്ത്രിമാർ, മരുമോനെ ഞാൻ പറഞ്ഞല്ല കേട്ടോ, പുള്ളിയുടെ നിസ്തുലമായ സംഭാവനകൾ നമ്മൾ പല പ്രാവശ്യം എണ്ണി പറഞ്ഞതാണ്. ഇതുപോലെയുള്ള മന്ത്രിമാരാണ് ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണഭൂതത്തിന് പ്രായമായി, അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മക്കുറവ് കുറേശ്ശെ ബാധിക്കാൻ തുടങ്ങിയ സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ എന്താ, ഇതുപോലുള്ള മിടുക്കന്മാരായിട്ട് മന്ത്രിമാരുണ്ട്. മിടുക്കന്മാരും മിടുക്കികളുമായ ഒരുപാട് മന്ത്രിമാർ ഇങ്ങനെ 20 പേര് തെക്ക് വടക്ക് ചീറിപ്പാഞ്ഞ് നടക്കുക. ഇവരെ കൊണ്ട് നാട്ടുകാർക്കും ഒരു ഗുണമില്ല, നാടിനും ഗുണമില്ല, പാർട്ടിക്കാർക്കും പാർട്ടി സഖാക്കൾക്കും പിന്നെ ഇവരുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അല്ലാണ്ട് ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? യാതൊരു പ്രയോജനമില്ല. ഈ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്തു, 5 പൈസ കൂട്ടിക്കൊടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ചപ്പടാച്ചി അടിച്ച് നടക്കുകയാണ്. ആ ചപ്പടാച്ചിയാണ് ഇവിടെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്യാപ്സൂളുകൾ വരാൻ തുടങ്ങിയിട്ടില്ല. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു, മന്ത്രി രാജിവെക്കും. ഗോവിന്ദ മാഷ് പറഞ്ഞാൽ രാജിവെക്കില്ല, സതീശൻ പറഞ്ഞാൽ രാജിവെക്കില്ല. വല്ല പക്കേമേസ് തിരുമേനിയോ അല്ലെങ്കിൽ ദിവന്നാസ്യോസ് തിരുമേനിയോ പരിശുദ്ധ കാതോലിക്ക ബാവയോ പറഞ്ഞാൽ വീണ ജോർജ് രാജിവെക്കുന്നവരെ ആലോചിക്കും. കാരണം അവരെ നിയമിച്ചത് കോട്ടയം ദേവലോകത്തുള്ള സഭാ ആസ്ഥാനത്ത് നിന്നാണ്, അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് ഓഫീസായ AKG സെൻറ്ററിൽ നിന്നല്ല. അപ്പം അങ്ങനെ ഒരു വശമുണ്ട് ഇതിനകത്ത്. ഏതായാലും സംഗതി ജോറാവുന്നുണ്ട്. ക്യാപ്സൂളുകൾ ഇതുവരെ വന്നിട്ടില്ല, ഞാനത് പറയാൻ തുടങ്ങിയത്. മിക്കവാറും എന്തായിരിക്കും ഈ ക്യാപ്സൂളിൻ്റെ സ്വഭാവം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? മിക്കവാറും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നാളെ വെളുക്കുമ്പോഴേക്കും പുതിയ ക്യാപ്സൂൾ വരും. ഈ മരിച്ചുപോയ ബിന്ദു എന്ന സ്ത്രീ ഒഴിഞ്ഞു കിടന്ന കെട്ടിടത്തിൽ അതിക്രമിച്ച് കടന്ന് 2 കൈകൾ ഉപയോഗിച്ച് ഈ കെട്ടിടം കുലുക്കി തകർത്ത് സ്വന്തം തലയിൽ വീഴ്ത്തി മരിച്ചതാണ്. അവർക്ക് കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇവർ ഈ കെട്ടിടത്തിനകത്ത് അനധികൃതമായി പ്രവേശിച്ച് ആ കെട്ടിടം സ്വന്തം കൈകൾ കൊണ്ട് തള്ളി വീഴ്ത്തി അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചതാണ്. അതിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ല, മന്ത്രി വീണയ്ക്കും ഉത്തരവാദിത്വമില്ല, വാസവന് ഉത്തരവാദിത്വമില്ല, കാരണഭൂതന് തീരെയുമില്ല എന്ന ഒരു വ്യാഖ്യാനമായിരിക്കും. അതുമാത്രമല്ല, അവിടെ കൊണ്ട് തീരില്ല. ഈ മരിച്ചുപോയ ബിന്ദു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു, അവരുടെ ഭർത്താവ് സജീവ BJP പ്രവർത്തകനാണെന്നും ഇതിൻ്റെ പുറകിൽ ഒരു വലിയ കോലീബി ഗൂഢാലോചനയുണ്ടെന്നും അതിൻ്റെ ഫലമായിട്ടാണ് കുടുംബ പ്രശ്നങ്ങൾ മൂലം സഹികെട്ട ബിന്ദു ഈ കെട്ടിടം തള്ളി മറിച്ചിട്ട് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചത്
എന്നുമുള്ള ക്യാപ്സൂൾ വരാനാണ് ഏറ്റവും സാധ്യത നോക്കിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഇതിനേക്കാൾ ഒട്ടും മോശമല്ലാത്തൊരു സാധനം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.